അധ്യായം 4. ശമൂവേലിന്റെ വചനം എല്ലാ ഇസ്രായേലിനും വന്നിട്ട്, ഇസ്രായേൽ ഫിലിസ്ത്യരുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു. ഏബൻ ഏസരിനരികെ പാളയമിറങ്ങി. ഫിലിസ്ത്യർ അഫേക്കിലും പാളയമിറങ്ങി. ഫിലിസ്ത്യർ ഇസ്രായേലിന്റെ നേരെ അണിനിരന്നു. പട പരന്നപ്പോൾ ഇസ്രായേൽ ഫിലിസ്ത്യരോട് തോറ്റുപോയി. സൈന്യത്തിൽ ഏകദേശം 4000 പേരെ അവർ പോർക്കളത്തിൽ വെച്ച് സംഹരിച്ചു. പടജ്ജനം പാളയത്തിൽ വന്നാറേ ഇസ്രായേൽ മൂപ്പന്മാർ, ഇന്ന് യഹോവ നമ്മെ ഫിലിസ്ത്യരോട് തോൽക്കുമാറാക്കിയത് എന്ത്? നാം ശീലോവിൽ നിന്ന് യഹോവയുടെ നിയമപ്പെട്ടകം നമ്മുടെ അടുക്കൽ വരുത്തുക. അത് നമ്മുടെ ഇടയിൽ വന്നാൽ നമ്മെ നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ജനം ശീലോവിലേക്ക് ആളയച്ചു. അവർ കെരൂബുകളുടെ മധ്യേ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവയുടെ നിയമപ്പെട്ടകം അവിടെ നിന്ന് കൊണ്ടുവന്നു. ഏലിയുടെ 2 പുത്രന്മാരായ ഹൊഫ്നിയും ഫിനെഹാസും ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തോടുകൂടെ ഉണ്ടായിരുന്നു. യഹോവയുടെ നിയമപ്പെട്ടകം പാളയത്തിൽ എത്തിയപ്പോൾ ഭൂമി കുലുങ്ങുംവണ്ണം ഇസ്രായേലെല്ലാം ഉച്ചത്തിൽ ആർപ്പിട്ടു. ഫിലിസ്ത്യർ ആർപ്പിന്റെ ഒച്ച കേട്ടിട്ട് എബ്രായരുടെ പാളയത്തിൽ ഈ വലിയ ആർപ്പിന്റെ കാരണം എന്ത് എന്ന് അന്വേഷിച്ചു. യഹോവയുടെ പെട്ടകം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഗ്രഹിച്ചു. ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഫിലിസ്ത്യർ പറഞ്ഞു ഭയപ്പെട്ടു. നമുക്ക് അയ്യോ കഷ്ടം, ഇങ്ങനെ ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്ക് അയ്യോ കഷ്ടം, ശക്തിയുള്ള ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമ്മെ ആർ രക്ഷിക്കും? മിസ്രയീമ്യരെ മരുഭൂമിയിൽ സകലവിധ ബാധകളാലും ബാധിച്ച ദൈവം ഇതുതന്നെ. ഫിലിസ്ത്യരെ, ധൈര്യം പൂണ്ട് പുരുഷത്വം കാണിപ്പിൻ. എബ്രായർ നിങ്ങൾക്ക് ദാസന്മാരായിരുന്നതുപോലെ നിങ്ങൾ അവർക്ക് ആകരുത്. പുരുഷത്വം കാണിച്ചു പൊരുതുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഫിലിസ്ത്യർ പട തുടങ്ങിയപ്പോൾ ഇസ്രായേൽ തോറ്റു. ഓരോരുത്തൻ താന്റെ വീട്ടിലേക്ക് ഓടി. ഇസ്രായേലിൽ 30,000 കാലാൽ വീണുപോകത്തക്കവണ്ണം ഒരു മഹാസംഹാരമുണ്ടായി. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു. ഏലിയുടെ 2 പുത്രന്മാരായ ഹൊഫ്നിയും ഫിനെഹാസും പട്ടുപോയി. പോർക്കളത്തിൽ നിന്ന് ഒരു ബെന്യാമീന്യൻ വസ്ത്രം കീറിയും തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് ഓടി. അന്നു തന്നെ ശീലോവിൽ വന്നു. അവൻ വരുമ്പോൾ ഏലി നോക്കിക്കൊണ്ട് വഴിയരികെ തന്റെ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ പെട്ടകത്തെക്കുറിച്ച് അവന്റെ ഹൃദയം വ്യാകുലപ്പെട്ടിരുന്നു. ആ മനുഷ്യൻ പട്ടണത്തിൽ എത്തി വസ്തുത പറഞ്ഞപ്പോൾ പട്ടണത്തിലെല്ലാം നിലവിളിയായി. ഏലി നിലവിളി കേട്ടപ്പോൾ ഈ ആരവം എന്ത് എന്ന് ചോദിച്ചു. ആ മനുഷ്യൻ ബദ്ധപ്പെട്ടു വന്ന് ഏലിയോടും അറിയിച്ചു. ഏലിയോ 98 വയസ്സുള്ളവനും കാൺമാൻ വഹിയാതവണ്ണം കണ്ണുമങ്ങിയവനും ആയിരുന്നു. ആ മനുഷ്യൻ ഏലിയോട്, ഞാൻ പോർക്കളത്തിൽ നിന്ന് വന്നവൻ ആകുന്നു. ഇന്ന് തന്നെ ഞാൻ പോർക്കളത്തിൽ നിന്ന് ഓടിപ്പോന്നു എന്ന് പറഞ്ഞു. വർത്തമാനം എന്താകുന്നു മകനെ എന്ന് അവർ ചോദിച്ചു. അതിന് ആ ദൂതൻ, ഇസ്രായേൽ ഫിലിസ്ത്യരുടെ മുമ്പിൽ തോറ്റോടി. ജനത്തിൽ ഒരു മഹാസംഹാരമുണ്ടായി. നിന്റെ 2 പുത്രന്മാരായ ഹൊഫ്നിയും ഫിനെഹാസും പട്ടുപോയി. ദൈവത്തിന്റെ പെട്ടകവും പിടിപെട്ടുപോയി എന്ന് പറഞ്ഞു. അവൻ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ വസ്തുത പറഞ്ഞപ്പോൾ ഏലി പടിവാതിൽക്കൽ ആസനത്തിൽ നിന്ന് പിറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞു മരിച്ചു. അവൻ വൃദ്ധനും സ്ഥൂലിച്ചവനുമായിരുന്നു. അവൻ 40 സംവത്സരം ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു. എന്നാൽ അവന്റെ മരുമകൾ ഫിനെഹാസിന്റെ ഭാര്യ പ്രസവം അടുത്ത ഗർഭിണിയായിരുന്നു. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടുപോയതും അമ്മാവിയപ്പനും ഭർത്താവും മരിച്ചതും കേട്ടപ്പോൾ അവൾക്ക് പ്രസവവേദന തുടങ്ങി. അവൾ നിലത്ത് വീണ് പ്രസവിച്ചു. അവൾ മരിപ്പാറായപ്പോൾ അരികെ നിന്ന സ്ത്രീകൾ അവളോട്, ഭയപ്പെടേണ്ട, നീ ഒരു മകനെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ അവൾ ഉത്തരം പറഞ്ഞില്ല, ശ്രദ്ധിച്ചതുമില്ല. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ട് പോകക്കൊണ്ടും അമ്മാവിയപ്പനെയും ഭർത്താവിനെയും ഓർത്തിട്ടും മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിന് ഈഖാബോധ് എന്ന് പേർ ഇട്ടു. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോകക്കൊണ്ട് മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് അവൾ പറഞ്ഞു.